ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വിധിയെഴുതുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ആദ്യ 2 മണിക്കൂറിൽ 12.94% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പിനിടെ ബംഗാളിൽ സംഘർഷമുണ്ടായി. 24 പർഗാനാസിൽ അക്രമാസക്തരായ ആൾക്കൂട്ടം വോട്ടിംഗ് യന്ത്രങ്ങൾ കുളത്തിലെറിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് വ്യാപക അക്രമം നടത്തുകയാണെന്ന് CPIM വിമർശിച്ചു. പഞ്ചാബിൽ ആം ആദ്മി പ്രവർത്തകൻ വെടിയേറ്റ് മരിച്ചു. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ആക്രമണം. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് 7ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എങ്ങനെയാണ് പോളിംഗ് നില? വേണു, കൗതുകകരമായിട്ടുള്ള രീതിയിലാണ് ഈ രാവിലത്തെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം വന്നിട്ടുള്ളത്. 11.31 ആണ് ഏറ്റവും ശരാശരി പോളിംഗ് ശതമാനം എന്ന വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രസകരമായിട്ടുള്ള ഒരു കാര്യം, പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പശ്ചിമ ബംഗാളിലാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിനേക്കാൾ കൂടുതൽ പോളിംഗ് ഉത്തർപ്രദേശിൽ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഉത്തർപ്രദേശിൽ ഈ കഴിഞ്ഞ തവണയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോൾ പൂർവാഞ്ചൽ മേഖലയിലാണ് ഇത്തവണത്തെ ഈ വോട്ടിംഗ് നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിലവിൽ എല്ലായിടങ്ങളിലും ഈ ചൂടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് നിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബീഹാറിൽ 10.58, ആദ്യ 2 മണിക്കൂറിലെ കണക്കാണിത്. ചണ്ഡീഗഡിൽ 11.64, ഹിമാചൽ പ്രദേശിൽ 14.35, ജാർഖണ്ഡിൽ 12.15, ഒഡീഷയിൽ 7.69, പഞ്ചാബിൽ 9.64, ഉത്തർപ്രദേശിൽ 12.94, ബംഗാളിൽ 12.69 എന്നാണ്. അല്പസമയത്തിനകം ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ 4 മണിക്കൂറിനുള്ളിലെ പുതിയ ശതമാന കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം കൂടി വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചവരെയുള്ള ആ ഒരു ട്രെൻഡ്, വോട്ടിംഗ് ട്രെൻഡ് എങ്ങനെയാണ് എന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.